ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ഇരുട്ടത്തെങ്കട പോകണമെന്ന് വിചാരിക്കും. നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനല്ല പോണത്. പുലർച്ചെ 5 മണിക്ക് നമ്മൾ സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് പോകട്ടെ. കാരണം നമുക്ക് സ്പോട്ടിലെത്താൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയപ്പോൾ കറക്റ്റ് ടൈം ആട്ടോ. മീനിൻ്റെ ആക്ടിവിറ്റിയും പിന്നെ എന്താ പറയുക കാലാവസ്ഥയും ഒക്കെ സെറ്റാണ്. അപ്പോൾ മീനടി തുടങ്ങിയിട്ട് ഒരു 2-3 ഒരാൾ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ നമുക്കൊരു 1/2 കിലോ റേഞ്ച് തന്നെ വിയറ്റ്നാം വരാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരനുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു 8ൻ്റെ പണി കിട്ടുന്നത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു മീനടിക്കുകയാണ് ഉണ്ടായത്. കാരണം അത് അടിച്ചിട്ടും നമുക്ക് കാണാൻ കൂടി കിട്ടിയില്ല. കാരണം എൻ്റെ ഫ്രോഗ് പൊട്ടിച്ച് പോയി. ഫ്രോഗ് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിരുന്ന ഫ്രോഗായിരുന്നു. അതിൻ്റെ സ്നാപ്പ്, അതായത് നമ്മൾ സ്നാപ്പ് ആഡ് ചെയ്യണ ഭാഗത്ത് സിവിലില്ലേ, ആ സിവിലിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി. നല്ലൊരു മീനായിരുന്നു. കാരണം എന്നിട്ടാ പറയുക, മീനെ കാണാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് ചിരിയാണ്, പക്ഷേ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അങ്ങനെ ഞാൻ വേറെ ഫ്രോഗ് ഇട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു സ്ട്രൈക്ക് കിട്ടുന്നത്. നമ്മളത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വേറൊരു ബ്രാൻഡ് സ്പോട്ട് ചെയ്തിട്ടാണ് എറിഞ്ഞത്. പക്ഷേ അവിടെ ഇയാളുണ്ടാവും നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് കണ്ടാൽ മനസ്സിലാവും അതാരാന്ന്. നല്ലൊരു അടിപൊളി ചേറാനായിരുന്നു ഗൈസ്. അപ്പോൾ സ്ട്രൈക്ക് കിട്ടി, ഞാൻ അതിനെ സ്പോട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ചൊരു 2 അടി ഇറങ്ങി നിന്നിട്ടായി എറിവ്. കാരണം അത്ര അടുത്ത് പിന്നെ മീനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി എറിഞ്ഞു. അടുത്ത കയറിൽ തന്നെ അവൻ അടിക്കുകയും ചെയ്തു. നല്ല അടിയും നല്ലൊരു ഫൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തന്നത്. കാരണം പായലുള്ളതുകൊണ്ട് അവനെ താഴേക്ക് വിടാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നിർത്തണം. അതിനെൻ്റെ വൈൽഡ് കാറ്റ്, അതായത് വൈൽഡ് കാറ്റിൻ്റെ ഷേക്സ്പിയർ ഒരു രക്ഷയില്ലാത്ത സ്റ്റിക്കാട്ടെ. ഞാനത് 3-5 കൊല്ലമായി ഉപയോഗിക്കണം. ഒരു കുഴപ്പം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അതെനിക്ക് എന്നിട്ട് പറയാം, ഞാൻ എല്ലാവരോടും 100% ഗ്യാരണ്ടി പറയണ്ട. അങ്ങനെ നമുക്ക് അടിച്ചിരിക്കുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബെല്ല എന്ന് പറഞ്ഞ ഫ്രോഗിലാട്ടോ. അടിപൊളി ഫ്രോഗാണ്. 13 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ലോങ് കാസ്റ്റ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഫ്രോഗാട്ടോ. ഫ്രോഗ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്.